ഹലോ. അപ്പോൾ ഈ നട്ടുച്ച വെയിലത്ത് ഈ സഞ്ചിയും പിടിച്ച് ഞാൻ എവിടെ പോകുന്നു എന്നല്ലേ എല്ലാവരും ചിന്തിക്കുന്നത്. ഞാൻ മാത്രമല്ല, ദേ ജോബിനും വൈഫും എല്ലാവരും ഉണ്ട്. ആൻറ്റിയുടെയൊക്കെ കുശലമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. എവിടെ പോകുന്നു എന്നല്ലേ. അപ്പോൾ ഇന്നൊരു സാമിക്കഞ്ഞിയുണ്ട്. സാമിക്കഞ്ഞിന്ന് കഞ്ഞി ഊത്തുമെന്നൊക്കെ പലയിടത്തും പല ഇത് പറയും. അപ്പോൾ കഞ്ഞി കുടിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിന് പോവുകയാണ് കേട്ടോ. അയൽവക്കത്തുകാരുടെയൊക്കെ കുശലമൊക്കെ പറഞ്ഞ്. പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ്, എല്ലാവരെയും കണ്ട് കേട്ട് എല്ലാവരും ഒരു ഒത്തൊരുമ അല്ലേ, അങ്ങനെ പറയാം. അപ്പോൾ ഞങ്ങൾ കഞ്ഞി കുടിക്കുന്ന വീട്ടിലെത്തി. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താണ് കേട്ടോ. എല്ലാവരും ഇരുന്ന് കഞ്ഞി കുടിക്കുക. അപ്പോൾ അവിടുത്തെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അരുണെന്ന് പറയാം, അവൻ്റെ മോളെ കന്നിമല കൊണ്ടുപോകും. അപ്പോൾ അതിന് നമ്മളിങ്ങനെ കഞ്ഞി കുത്തൊക്കെ നടത്തി, എല്ലാവർക്കും അറിയാമല്ലോ. അതിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പോയി ഇതേ ഞങ്ങൾ കഞ്ഞി കുടിക്കുകയാണ്. അപ്പോൾ ആരൂസ് കഞ്ഞി കുടിക്കുമെന്ന് വിചാരിച്ചാൽ ഞാൻ കൊണ്ടുപോയത്. പക്ഷെ അവൻ കഞ്ഞി കുടിച്ചതേ ഇല്ല, അവൻ പപ്പടം മാത്രം കഴിച്ചു. പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് ഞാനാണെങ്കിൽ എല്ലാവരോടും കുശലമൊക്കെ പറഞ്ഞ് അറിയാമെന്നുള്ളവരുടെ മിണ്ടിയും എടുത്ത് ഓരോന്ന് ചോദിച്ചും ഇങ്ങോട്ട് ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞൊക്കെ കുശലം പറച്ചില്ല. പക്ഷേ ഇപ്പോഴാണ് ഞാൻ ഈ നാട്ടിലെ എല്ലാവരുമായിട്ടൊന്ന് പരിചയമായി വരുന്നത് കേട്ടോ. ഇതുവരെ അങ്ങനെ ആരുമായിട്ട് ഒരു പരിചയമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ പരിചയമൊക്കെ ആയി വരുന്നു. ഞാനും എല്ലാവരുടെ അടുത്തും നല്ലതായിട്ട് മിണ്ടും. രാജചേച്ചിക്ക് വീഡിയോ എടുക്കുന്ന ഇഷ്ടമേ ഇല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം വീഡിയോ എടുക്കുകയാണ്. ഇതെല്ലാം ഞങ്ങളുടെ ഇവിടെ ഉള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ വന്ന് കഞ്ഞി കുടിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അയ്യോ എന്തൊരു വെയിലായിരുന്നെന്നറിയോ. ആരൂസിനെ ആണെങ്കിൽ ജോബിനും വൈഫും കൊണ്ടുപോയി. അപ്പോൾ എനിക്കിനി അവനെ എടുക്കാൻ പോകണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സി യു.